Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Miss. Good afternoon, ma'am. Good afternoon, ma'am. Afternoon all. Prayer ആരാണ്? ഞാനാണ് മാം. Start ചെയ്തോട്ടെ. Dear Lord, as we gather in this virtual classroom, we ask for your guidance and wisdom. Help us to learn and grow, to understand and apply to lesson and to support one another in our educational journey. May our time together be fruitful and enriching. Ma'am, thought of the day. The roots of education are bitter, but the fruit is sweet. These words are by Aristotle. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അതായത് വിദ്യാഭ്യാസം നേടുന്നത് കഠിനമായ കാര്യമാണെങ്കിലും അതിന്റെ പ്രയോജനങ്ങൾ അതിശയകരമായിരിക്കും. താങ്ക് യു. Ma'am, sign in. A very good afternoon to everyone. I am happy to see you all together here. Thank you all for joining here. I would like to a warm welcome to our respected Aparna ma'am who have joined us here. And also I welcome my friends that are present here. I hope you all enjoy this class and that turns out to be a great success. Once again, I welcome all of them to today's class. Thank you. Thank you all. നമ്മള് ഈ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? First aid. ഓക്കെ. ആക്ടിവിറ്റി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? മാം CPR നെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാള് പറഞ്ഞു. ഒന്നുകൂടെ പറയോ? CPR നെ കുറിച്ചിട്ട് മൂന്നാള് പേര് തന്നിട്ടുണ്ടായിരുന്നു. സെമിനാർ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സെമിനാർ ഫസ്റ്റ് ചെയ്തോട്ടോ. പറഞ്ഞോട്ടെ മാം. സ്റ്റാർട്ട് ചെയ്തോട്ടോ. Okay. Good afternoon, ma'am. CPR. CPR stands for cardiopulmonary resuscitation. It is an emergency life-saving procedure performed when someone's heart stop beating or they stop breathing. CPR helps keep blood and oxygen flowing to the brain and other vital organs until more advanced medical help can take over. കേൾക്കാമോ? കേൾക്കാണ്ടോന്ന്? കേൾക്കാം. അത് CPR എന്ന് പറയുന്നത് ഒരു കാർഡിയോ പൾമനറി റെസിസ്റ്റേഷൻ ആണ്. അടിയന്തരമായിട്ട് നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ആരുടെയെങ്കിലും ഹാർട്ട് പെട്ടെന്ന് നിലയ്ക്കുകയോ പിന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ CPR കൊടുക്കുന്നത്. CPR സഹായിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിലേക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഓക്സിജനും ബ്ലഡും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു അഡ്വാൻസ് പ്രൊസീജിയറാണ് CPR. CPR helps maintain blood circulation and breathing until advance help arrives. അതായത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ബ്ലഡ് സർക്കുലേഷനും ബ്രീത്തിങ്ങും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് CPR. CPRന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C മീൻസ് കാർഡിയോ, ഹാർട്ടിനെ സംബന്ധിച്ചത്. P മീൻസ് പൾമനറി, ലങ്സ്, ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ചത്. R മീൻസ് റെസിസ്റ്റേഷൻ, പുനരുജ്ജീവനം. ബേസിക് സ്റ്റെപ്സ് ഫോർ CPR. അഡൾട്ട്, വലിയവർക്ക്. ചെക്ക് റെസ്പോൺസീവ്നെസ് ആൻഡ് ബ്രീത്തിങ്. കോൾ എമർജൻസി സർവീസസ് ഇമ്മീഡിയറ്റ്ലി. സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻസ്. അതായത് ആദ്യം നമ്മൾ ഒരാള് ബോധം ഇതായിട്ട് വീഴുകയാണെങ്കിൽ ആള് മുഖത്ത് തട്ടിയോ അല്ലെങ്കിൽ വെള്ളം തെളിച്ചോ ആള് റെസ്പോൺസ് ചെയ്യണ്ടോന്ന് നോക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസ്
കോൾ ചെയ്യുക. പിന്നെ ചെസ്റ്റ് നല്ല പോലെ കംപ്രഷൻ അമർത്തുക. അത് പുഷ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇൻ ദ സെന്റർ ഓഫ് ദ ചെസ്റ്റ് 100 and 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. 100-120 പ്രാവശ്യം ചെസ്റ്റ് അമർത്തിക്കൊണ്ടിരിക്കണം. കംപ്രസ് എബൌട്ട് 2 inches ഡീപ്പ്. 2 ഇഞ്ച് ആഴത്തിലേക്ക് ഇങ്ങനെ അമർച്ച വരുന്ന വിധത്തിൽ വലിയവർക്കാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ there are 3 main steps of CPR. അതെന്താ വെച്ചാൽ ഹാൻഡ്സ് ഓൺലി CPR, അതായത് ചെസ്റ്റ് കൈകൊണ്ട് അമർത്തണത്, അത് കൈ വെച്ചിട്ട് അമർത്തണത്. പിന്നെ അത് റെക്കമെൻഡഡ് ഫോർ അൺട്രെയിൻഡ് ബൈസ്റ്റാൻഡേഴ്സിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കൺവെൻഷണൽ CPR എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെസ്റ്റ് കംപ്രഷൻസ് ആൻഡ് റെസ്ക്യൂ ബ്രീത്ത് യൂസ്ഡ് ബൈ ട്രെയിൻഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിൻഡ് കിട്ടിയ, അതായത് പരിശീലനം ലഭിച്ച ഹെൽത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. പിന്നെ CPR വിത്ത് AED എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രബിലേറ്റർ. പിന്നെ കമ്പൈൻ CPR വിത്ത് ദ യൂസ് ഓഫ് എ ഡിഫൈബ്രിലേറ്റർ ടു ഹെൽപ്പ് റീസ്റ്റാർട്ട് ദ ഹാർട്ട്. അതായത് വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാർട്ടിനെ കംപ്രസ് ചെയ്യണത് തന്നെയാണ് അങ്ങനെ പറയണത്. ക്യാൻ ബി ഡൺ ബൈ ട്രെയിൻഡ് പ്രൊഫഷണൽസ് ഓർ ട്രെയിൻഡ് പേഴ്സൺസ് ഓർ പ്രൊഫഷണൽസ്. അത് പരിശീലനം ലഭിച്ച സാധാരണക്കാർക്കോ വിദഗ്ധർക്കോ അത് ചെയ്യാൻ പറ്റും. അടുത്തത് കിഡ്സിന്റെ CPR ആണ് പറയുന്നത്. കിഡ്സ് CPR ഈസ് ലൈഫ് സേവിംഗ് ടെക്നിക് യൂസ്ഡ് വെൻ എ ചൈൽഡ് ഫ്രം 1 year old ടു പ്യൂബർട്ടി. പ്രായപൂർത്തി ആയവരുടെ 1 വയസ്സ് മുതൽ പ്രായപൂർത്തി ആവണം വരെയുള്ളവരുടെയാണ് കിഡ്സ് CPR. ഹാസ് സ്റ്റോപ്ഡ് ബ്രീത്തിങ് ഓൺ ദെയർ ഹാർട്ട്, ഹാസ് സ്റ്റോപ്ഡ് ബ്രീത്തിങ് ഓൺ ദെയർ ഹാർട്ട്, ഹാസ് സ്റ്റോപ്ഡ് ബീറ്റിംഗ്. അതായത് ഹാർട്ട് പെട്ടെന്ന് നിൽക്കുകയോ പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ ചെയ്യുമ്പോഴാണ് നമ്മൾ അഡൽട്ടിന് ചെയ്യണ പോലെ തന്നെ CPR. പക്ഷെ സം കീ ഡിഫറൻസ് ടൈലേർഡ് ടു എ ചൈൽഡ് സ്മോളർ ബോഡി. ചെറിയ വ്യത്യാസമുണ്ട്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഹൃദയം നിന്നു പോകുന്ന അവസ്ഥ വരുമ്പോൾ, ശ്വാസം പെട്ടെന്ന് നിലയ്ക്കുമ്പോഴോ നൽകുന്ന അടിയന്തര രക്ഷാമാർഗമാണ് CPR എന്ന് വെച്ചാലും കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം. ആദ്യം നമ്മൾ കുട്ടി പ്രതികരിക്കുന്നുണ്ടോ, ചെക്ക് റെസ്പോൺസീവ്നെസ്, ടാപ്പ് ആൻഡ് ഷുഡ് ടു സി ഇഫ് ദ ചൈൽഡ് റെസ്പോണ്ട്. തട്ടി വിളിക്കുകയോ കുട്ടി ഉണരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. പിന്നെ സഹായത്തിന് കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിന് ആരെങ്കിലും വിളിക്കാം. ഇഫ് യു ആസ് അലോൺ പെർഫോം CPR for 2 minutes, then call emergency services. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ എമർജൻസി സർവീസ് വിളിക്കാം. ഇഫ് someone is with you, have them call immediately. പിന്നെ ഓപ്പൺ ദ എയർവേ, വായുസഞ്ചാരം ശരിയാക്കണം. ആരെങ്കിലും ഇങ്ങനെ ഫെയിൻ്റ് ആയിട്ട് വീഴുകയാണെങ്കിൽ ഉടനടി വായുസഞ്ചാരം ശരിയാക്കിയിട്ട് അവരുടെ ഹാർട്ട് ടിൽറ്റ് ദ ഹാർട്ട് ബാക്ക് സ്ലൈറ്റ്ലി ആൻഡ് ലിഫ്റ്റ് ദ ചിൻ. ഹാർട്ട് ശരിയായ രീതിയിൽ മലർത്തിക്കെടുത്തിയിട്ട് ചിന്നുവശം ഇങ്ങനെ പൊന്തിച്ചു വെക്കണം. ചെക്ക് ബ്രീത്തിങ്, ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ ഫോർ ബ്രീത്തിങ് ഫോർ നോ മോർ ദാൻ 10 seconds. ബ്രീത്ത് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. നാം കേൾക്കാനുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഗിവ് 30 ചെസ്റ്റ് കംപ്രഷൻസ്. നെഞ്ച് 30 പ്രാവശ്യം അമർത്തണം. അതെങ്ങനെയാന്ന് വെച്ചാൽ അഡൾട്ടിന്റെ പോലത്തല്ല, 2 വിരൽ വെച്ചിട്ട് അവരുടെ ചൈൽഡിന്റെ സൈസ് നോക്കിയിട്ട് ഹാർട്ടിന്റെ ഭാഗത്ത് 2 വിരൽ വെച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യേണ്ടത്. അത് 5 സെന്റിമീറ്റർ, അതായത് 2 inch ഡീപ്പിലാണ്
ചെയ്യുക. 100 and 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. മിനിറ്റിൽ 100 120 പ്രാവശ്യം അമർത്തണം. പിന്നെ ഗീവ് 2 റെസ്ക്യൂ ബ്രീത്ത്. Pinch the nose, cover the child mouth with yours and blow gently. മൂക്കോ വായും പൊത്തിപ്പിടിക്കുക. മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് കവർ ദ ചൈൽഡ് മൗത്ത് വിത്ത് യുവേഴ്സ് ആൻഡ് നമ്മുടെ വായ കൊണ്ട് കുട്ടികളെ വായയിലേക്ക് പതുക്കെ ശ്വാസം നൽകുക. അത് ഒരു രീതി. പിന്നെ report the cycle of 30 compressions and 2 breaths until help arrives or the child recovers. സഹായം എത്തുന്നത് വരെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അടുത്തതാണ് ഇൻഫന്റ് CPR. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇൻഫന്റ് CPR ഈസ് എ ലൈഫ് സേവിംഗ് പ്രൊസീജിയർ യൂസ്ഡ് വെൻ എ ബേബി under 1 year old is not breathing or their heart has stopped. It's different from adult and child CPR due to the infant small size and fragility. ഹൃദയം അത് അഡൽട്ടിന്റെ CPR പറഞ്ഞ പോലെ തന്നെ ഹൃദയമിടിപ്പ് നിൽക്കുകയോ ശ്വസിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ജീവൻ രക്ഷിക്കുന്നതിന് ചെയ്യുന്നതാണ്. ബേസിക് സ്റ്റെപ്പ് ഫോർ ഇൻഫന്റ് CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് റെസ്പോൺസീവ്നെസ്. കുട്ടി പ്രതികരിക്കുന്നുണ്ടോ നോക്കണം. കുഞ്ഞിന്റെ പാദം gently tap the baby's foot and shout. If no response, continue. കുഞ്ഞിന്റെ പാദം സാവധാനം തട്ടി വിളിക്കുക. ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ 1 വയസ്സിന് താഴെയുള്ളവരൊക്കെ ആവുമ്പോൾ അങ്ങനെ ചെയ്യുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. പിന്നെ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിന് ആരെങ്കിലും വിളിക്കാം. ഇഫ് സമ്മൺ ഈസ് വിത്ത് യു ടെൽ ദം ടു കോൾ എമർജൻസി. ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് വേഗം എമർജൻസി സർവീസിലേക്ക് വിളിക്കാൻ പറയണം. ഇഫ് യു ആർ അലോൺ ഗീവ് CPR ഫോർ 2 minutes, ഫസ്റ്റ് ദം കോൾ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ CPR നൽകുക, എന്നിട്ട് വിളിക്കുക. ഓപ്പൺ ദ എയർവേ, വായുസഞ്ചാരം ഉറപ്പാക്കുക. ജെന്റ്ലി ടിൽറ്റ് ദ ഹെഡ് ബാക്ക് ആൻഡ് ലിഫ്റ്റ് ദം ചിൻ. ബി കെയർഫുൾ നോട്ട് ടു ഫാർ. ചെക്ക് ബ്രീത്തിങ്. Look at the chest, listen for breath sound and feel or for airflow for no more than 10 seconds. നെഞ്ച് ഉയരുന്നുണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടോ, വായിൽ നിന്ന് ശ്വാസം പുറത്തു വരുന്നുണ്ടോ എന്നൊക്കെ 10 സെക്കൻഡിനുള്ളിൽ തന്നെ നോക്കണം. Give 30 chest compression. Use 2 fingers placed just below nipple line in the center of the chest. 2 വിരലുകൾ ഉപയോഗിച്ച് അവരുടെ നിപ്പിൾ ലൈനിന്റെ താഴെ നെഞ്ചിന്റെ നടുവിലായിട്ട് അമർത്തി കൊടുക്കുക 30 പ്രാവശ്യം. കംപ്രസ് അബൌട്ട് 1.5 inches, 4 സെന്റിമീറ്റർ ഡീപ്പ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് 1.5 ഇഞ്ച് ആഴത്തിൽ മാത്രമേ അമർത്താൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിച്ച്. ഡു ഇറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. മിനിറ്റിൽ 100-120 പ്രാവശ്യം അമർത്തുക. കവർ ദ ബേബീസ് മൗത്ത് ആൻഡ് നോസ് വിത്ത് യുവർ മൗത്ത്. ഒരു സീല് പോലെ ഒരുമിച്ച് അമർത്തി പിടിച്ചിട്ട് വായു ഉപയോഗിച്ച് ശ്വാസം നൽകുക. ഗീവ് എ ബ്രീത്ത് ലാസ്റ്റിംഗ് 1 second, ജസ്റ്റ് ഇനഫ് ടു മേക്ക് ദ ചെസ്റ്റ് റൈസ്. ഓരോ ശ്വാസം നൽകുമ്പോഴും 1 മിനിറ്റ് ദൈർഘ്യം ഉണ്ടാവണം. ശ്വാസം വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂ സൈക്കിൾ ഓഫ് 30 compressions and 2 breath until help arrives or the baby responds. 30 പ്രാവശ്യം നെഞ്ച് അമർത്തുകയും രക്ഷാപ്രവർത്തനങ്ങളും ചെയ്യുന്നതിനും ഹോസ്പിറ്റൽ സഹായം എത്തുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഇതല്ല, മെന്റൽ CPR എന്ന് പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ആൻ ഒഫീഷ്യൽ മെഡിക്കൽ ടേം. മെഡിക്കലായിട്ട് അങ്ങനെ ഒരു CPR പറയണില്ല. but it is described to offering emotional support to someone in distress, helping them calm down and regain mental stability during a difficult moment. അതായത് മാനസികമായിട്ട്
ഭയങ്കര ഡിസ്ട്രെസ് മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അവരെ ഉപദേശിച്ച് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ചെറിയ ഉപദേശം വന്നു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് പിന്മാറും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മെഡിക്കൽ ഇതിലുള്ള CPR അല്ല, എന്നാലും അതും ഒരു CPR, മെന്റൽ CPR എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഓഫറിങ് എ മെന്റൽ സപ്പോർട്ട്, reassurance and comfort to someone who is emotionally overwhelmed, stressed or in crisis. ഒരു നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ബലം കൊടുക്കണ ഒരു ഇത് കിട്ടണ ഉപദേശമൊക്കെ കിട്ടുന്നത് അതൊരു മെന്റൽ CPR അങ്ങനെ പറയാം. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ മിന്നു, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. മോന്റെ പേര് മിന്നു എന്നല്ലേ? ഫുൾ നെയിം പറയോ? ഈ മാർക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു സെമിനാറിന്റെ. മിന്നു ഫുൾ നെയിം പറയോടാ? എടാ ഫുൾ നെയിം പറയോ? മാർക്ക് എൻറ്റർ ചെയ്യാനായിട്ട്. കേക്കാവോ? ഞാൻ പറയുന്നത് കേക്കാവോ? മിനു സുരേഷ്. അങ്ങനെ തന്നെയാണ് കറക്റ്റ് നെയിം SLC ബുക്കിലുള്ളത്. SLC മിനു S എന്നാണ്. മിനു S. ഓക്കെ, ഈ പേര് പറയുമ്പേ അപ്പൊ ഒറിജിനൽ നെയിം പറഞ്ഞാൽ മതി. SSLC ബുക്കിലുള്ളത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ച് ഒരു കുട്ടി സെമിനാർ എടുത്തില്ലേ? ആരാന്നറിയാവോ? ആരാ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചിട്ട്. ഓ, അതറിയില്ല, ഓർമ്മയില്ല ആരാന്ന്. രമ്യയാണെന്ന് തോന്നുന്നു. രമ്യയാണോ? അന്നില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? രമ്യ ഞാൻ ഏകദേശം എഴുതി വെക്കാം, അത് കൺഫേം ചെയ്തിട്ട്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, സോറി, സൈക്കോളജിക്കൽ CPRനെ കുറിച്ച് പറഞ്ഞാൽ നന്നായിട്ടോ. അത് ഞാനിങ്ങനെ ചോദിച്ചു, അനിയത്തി സൈക്കോളജി ആയിട്ട് അവള് വർക്ക് ചെയ്യണ്ടേ. അപ്പൊ അവള് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവള് പറയണ ഇങ്ങനൊരു CPR, അവള് പറഞ്ഞു ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ ഇല്ല, CPR എന്ന് പറയില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നമ്മളിപ്പോ ബോധം കെട്ട് വീഴുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കണത് CPR ആവുമ്പോ ഇതും ഒരു CPR ആണല്ലോ. അതേപോലെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ടീച്ചറാണ് അത് കവർ ചെയ്യാനായിട്ടാ. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. എന്നുവെച്ചാല് നമുക്കറിയാലോ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മള് ഫസ്റ്റ് എയ്ഡ് വരുന്നത്. അതേപോലെയാണ് മനസ്സിന് ചെറിയ വിഷമങ്ങളൊക്കെ വരുന്നേ. നമ്മുടെ മനസ്സിന് ഒന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, മനസ്സിന്റെ ആ വിഷമമൊക്കെ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്. അത് നിങ്ങൾ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? യെസ് മാം. മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് തന്നില്ലേ? തന്നിരുന്നു. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് വെൽഫെയർ ആണ്. മാം, ഓക്കേടാ. ആരാണ്? മാം, എന്നോടും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPRനെ കുറിച്ച്. സോറിയടാ, ജിഷ അല്ലേ? ജിഷയുടെ ഫുൾ നെയിം? ജിസ്ന മാം. ജിസ്നയാണോ? ജിസ്ന KJ. ഓക്കേടാ. ഞാനേ ഒരാള് ആണെന്ന് ഓർത്ത് പോയിട്ട് പെട്ടെന്ന് ഞാൻ ഒരാളാണെന്നുള്ള ഓർമ്മയിൽ വന്നു. വേറെ ആരും? അത് അന്ന് 2 പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് 3 പേരാക്കി. ഓക്കെ, രശ്മിയുണ്ട്. ഓക്കേടാ. ഓക്കെ, കണ്ടക്ട് ചെയ്തോട്ടാ. ഫസ്റ്റ് ഞാൻ ജിസ്നയാണ് പിൻ ചെയ്യുന്നത്. ഓക്കെ മാം. CPR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നാണ്. അതായത് C മീൻസ് കാർഡിയോ, P മീൻസ് പൾമണറി, R മീൻസ് റെസിസിറ്റേഷൻ. അതായത് ഹൃദയ സ്തംഭനം അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിരിക്കുന്ന ബോധക്ഷയം, അല്ലെങ്കിൽ ഒരു വ്യക്തികളിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് കാരണം ബോധം കെട്ട് വീഴും, അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു നടപടിയാണ് CPR എന്ന് പറഞ്ഞു, ഒരു പ്രോസസ്സാണ് CPR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഹാർട്ട് അറ്റാക്ക് ആണ്, അങ്ങനെ വരുന്ന സംഭവം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നമ്മുടെ വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം എന്ത് ചെയ്യും? നിലയ്ക്കും.
അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 8 മിനിറ്റില് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ആ അവസ്ഥയെ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നിലച്ചു പോയിട്ടുള്ള ആ ഹൃദയത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ നമുക്ക് ഭാഗികമായിട്ട് അവയുടെ ഒഴുക്കിനെ പുനഃസ്ഥാപിക്കാനായിട്ട് നമുക്ക് ഈ CPR-ലൂടെ സാധിക്കും. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ ഉടനെ CPR നൽകി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ലൈഫ് നമുക്ക് 70% വരെ സേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഹാർട്ട് അറ്റാക്ക് ആ വ്യക്തിയെ മരണത്തിലേക്ക് വിടാണ്ട് 70% ചാൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ 70% ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി പേഷ്യന്റ് അബോധാവസ്ഥയിലാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? CPR നൽകണം. ഹാർട്ട് ബീറ്റ് നോക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? CPR നൽകണം. ചെസ്റ്റ് ഭാഗത്താണ് CPR നമ്മൾ 1 മിനിറ്റ് കേട്ടോ മാം, 1 മിനിറ്റ്. ചെസ്റ്റ് ഭാഗത്താണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. അതായത് ചെസ്റ്റിന്റെ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ CPR കൊടുക്കുക. അതായത് ഒരു കൈയുടെ മുകളിലൂടെ മറ്റൊരു കൈ വെക്കുകയും വിരലുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ 5 to 7 സെന്റിമീറ്റർ താഴ്ചയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? കംപ്രഷൻ കൊടുക്കേണ്ടത്. അതായത് പേഷ്യന്റിനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തണം. 1 മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ CPR കൊടുക്കണം. ആദ്യത്തെ 30 തവണ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നടത്തിയതിനു ശേഷം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ച് പഠിച്ചു. അതായത് നമ്മൾ കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം നൽകുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഹാർട്ട് ബീറ്റ് നമ്മൾ ഒന്നും കൂടെ നോക്കുക. അതിനുശേഷം വീണ്ടും CPR കൊടുക്കുക. അങ്ങനെ CPR നമ്മൾ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ബലം പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ ബലം പ്രയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയെല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ആണ് CPR എന്ന് പറഞ്ഞിരിക്കുന്നത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. They said CPR by pushing hard and fast on chest. The pushes are called compression. അവർ പറയുന്നത് ചെസ്റ്റിൽ നമ്മൾ കുറച്ച് ഹാർഡ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പുഷസ് ആണ്. ആ പുഷസിനെ നമ്മൾ പറയുന്നത് കംപ്രഷൻ എന്നാണ് പറയുന്നത്. CAB എന്നീ പറയണ ക്യാബ് എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ് കൊണ്ട് ഈ 3 ലെറ്റേഴ്സിനെ CPR-ഉമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. C എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർവേ ആൻഡ് B ഫോർ ബ്രീത്തിങ്. കേൾക്കുന്നില്ല മാം? ഓക്കെ. ഇനി കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ CPR-ലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെസ്റ്റിനെ ഹാൻഡ് വെച്ചിട്ട് പ്രഷർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. ചെസ്റ്റിനെ ഹാൻഡ് വെച്ചിട്ട് പ്രഷർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ പറഞ്ഞു 1 മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം വരെ കൊടുക്കാം. ആദ്യത്തെ 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. വീണ്ടും ഇത് അതായത് ചെസ്റ്റിന്റെ ഹാർട്ട് ബീറ്റ് നോക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ CPR കൊടുക്കുക. ഇനി അടുത്തത് A ഫോർ എയർവേ. അതായത് ഹെഡ്, അതിൽ വരുന്ന 2 പ്രോസസ്സാണ് ഹെഡ് ടിൽറ്റ് ചെയ്യുന്നതും ചിൻ ലിഫ്റ്റ് ചെയ്യുന്നതും. ഹെഡ് ടിൽറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല പിന്നിലേക്ക് ചെരിച്ചു പിടിക്കുക. ആൻഡ് ചിൻ ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താടി ഭാഗം ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. ഇത് രണ്ടും അതിലെ ഒരു പ്രോസസ്സാണ്. ആൻഡ് B ഫോർ ബ്രീത്തിങ്. അതായത് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് നൽകുക. ഈ 2 പ്രാവശ്യമാണ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് നൽകേണ്ടത്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തതിന് ശേഷം അതായത് കംപ്രഷൻ കൊടുത്തതിന് ശേഷം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ദെൻ വീണ്ടും കംപ്രഷൻ കൊടുക്കുക. അങ്ങനെ ആ ഒരു പ്രോസസ്സാണ്, അതായത് CAB എന്ന് പറയുന്ന പ്രോസസ്സ്, ക്യാബ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കൈയുടെ മുകളിൽ മറ്റൊരു കൈ വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ നടുഭാഗത്തായിട്ട് പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ CPR എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അഡൽറ്റിനും കുട്ടികൾക്കും ഇത് രണ്ടാണ്. അതായത് അഡൽറ്റിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് വിരലുകളും അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് വരുമ്പോൾ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തിയതിനു ശേഷം നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കംപ്രഷൻ നടത്തേണ്ടത്. 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് മാത്രം കംപ്രഷൻ നടക്കുക. നമ്മൾ CPR കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒന്നെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് അവൈലബിൾ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം?
CPR കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് CPR നിർത്താവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലല്ലാണ്ട് നമ്മൾ CPR കൊടുക്കൽ നിർത്തരുത്. പക്ഷെ ട്രെയിൻഡ് ആയിരിക്കണം ഈ CPR കൊടുക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വാരിയലുകൾ പൊട്ടാനുള്ള സാധ്യതയും അത് ശ്വാസകോശത്തിലേക്ക് ഇതാവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ CPR-നെ കുറിച്ച് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ മാം. നന്നായിരുന്നു കേട്ടോ. ഓക്കെ ജസ്ന, നെക്സ്റ്റ് രശ്മി അല്ലേ? ചെയ്യാൻ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. CPR cardiopulmonary resuscitation. ക്ലിയർ ആവുന്നുണ്ടോ മാം വോയിസ്? അതായത് കാർഡിയോപൾമിനറി പുനരുത്തേജനം എന്ന് പറയും. അതായത് കാർഡിയോപൾമിനറി resuscitation is a life-saving emergency procedure used when someone's breathing or heartbeat has stopped. It involves chest compressions and in some cases rescue breath to manually circulate blood and oxygen to vital organs until professional medical help arrives. CPR can significantly increase a person's chance of arrival after cardiac arrest. അതായത് ഒരു വ്യക്തിക്ക് ബോധക്ഷയം വന്ന് പെട്ടെന്ന് ശ്വാസം വെച്ചു പോവുകയോ ബീറ്റ് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അയാളുടെ ജീവൻ പുനർജനിക്കാൻ വേണ്ടിയിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലൈഫ് സേവിങ് എമർജൻസി പ്രൊസീജിയർ ആണ് CPR എന്ന് വെച്ചാൽ. നമ്മൾ ഇത് ചെസ്റ്റ് കംപ്രഷനിലൂടെയാണ് CPR ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ഹാർട്ടിലും ലങ്സിലും മറ്റുള്ള വൈറ്റൽ ഓർഗൻസിലും ഫ്ലോ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കും. ഇനി വാട്ട് CPR ഡസ്, എന്താണ് CPR ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മെയിൻറ്റെയിൻസ് ബ്ലഡ് സർക്കുലേഷൻ, ഹെൽപ്സ് പമ്പ് ബ്ലഡ് ത്രൂ ദ ബോഡി, ഡെലിവറിങ് ഓക്സിജൻ ടു ദ ബ്രെയിൻ ആൻഡ് അതർ ഓർഗൻസ്. ബ്രെയിനിലും മറ്റുള്ള ഓർഗൻസിലും ഓക്സിജൻ ക്യാരി ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും? പമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദെൻ പ്രൊവൈഡ് ഓക്സിജൻ, നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീത്ത് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ ലങ്സിലും കൂടി എത്തും. അങ്ങനെ നമുക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കും. ദെൻ സസ്റ്റെയിൻ ലൈഫ് അണ്ടിൽ ഹെൽപ്പ് അറൈസ്, ഒരു മെഡിക്കൽ സഹായം എത്തുന്നത് വരെ നമുക്കിത് ഹൃദയത്തിനെ ആരംഭിക്കുന്നതിന് സഹായിക്കും. വൈ CPR ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് CPR ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ, ഒരു ബോധക്ഷയം വന്ന് കിടക്കുന്ന ഒരാൾക്ക്, ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്ത് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ CPR കൊടുക്കാതെ ഇട്ടിരുന്നാല് ഈ ഓക്സിജൻ ക്യാരി ചെയ്ത ബ്ലഡ് നമ്മുടെ ഓർഗൻസിലും ബ്രെയിനിലും ഒന്നും ഫ്ലോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെയിൻ ഡാമേജ് ആകാനും ഡെത്ത് സംഭവിക്കാനും കാരണമാവും. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് CPR കൊടുത്താല് നമുക്കത് രക്ഷിക്കാൻ സഹായിക്കും. ഇനി എങ്ങനെയാണ് CPR പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ CPR കൊടുക്കുന്നത്? CPR എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാല്, ഫസ്റ്റ് ചെക്ക് ഫോർ റെസ്പോൺസീവ്നെസ്, അതായത് ശ്വാസം നിലച്ചു കിടക്കുന്ന ഒരാളെ നമ്മൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസീവ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതിനു മുമ്പിട്ട് ഫസ്റ്റ് നമ്മളുടെ ഒരു സേഫ്റ്റിയും നമ്മുടെ എൻവയോൺമെന്റും സേഫ് ആണെന്നും കൂടെ ചെക്ക് ചെയ്യണം. അതായത് ഇപ്പം ഷോക്ക് ഏറ്റ് ചിലപ്പം ബോധക്ഷയം വന്ന് ശ്വാസം നിലച്ചു പോയതായിരിക്കാം. അപ്പൊ നമ്മൾ ചെന്ന് പെട്ടെന്ന് അയാളെ തൊട്ടാല് നമുക്കും അത് അപകടം സംഭവിക്കാം. അപ്പൊ നമ്മുടെ സേഫ്റ്റിയും എൻവയോൺമെന്റ് സേഫ്റ്റി ആണോ എന്ന് നോക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ബ്രീത്തിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ആദ്യം വേണ്ടി നമ്മൾ അദ്ദേഹം ഒരു അൺകോഷ്യസ് ആണ്, ബോധം ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തിയാൽ നമ്മൾ അദ്ദേഹത്തിന്റെ 2 ഷോൾഡറിലും ഇങ്ങനെ തട്ടി അറിയൂ ഓക്കെ എന്ന് നമുക്ക് ഇങ്ങനെ കുലുക്കി വിളിക്കാം. അങ്ങനെ വിളിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു റെസ്പോൺസും ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് കോൾ ചെയ്യണം. ആംബുലൻസ് മെഡിക്കൽ സഹായത്തിന് വേണ്ടിയിട്ട് കോൾ ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, CPR സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആദ്യം അദ്ദേഹത്തിനെ ഒരു സർഫസിലോട്ട് നല്ല രീതിയിൽ കിടത്തിയിട്ട് അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഡയറക്റ്റ് നോക്കിയാൽ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് നമ്മുടെ അദ്ദേഹത്തിന്റെ തലഭാഗത്തോട്ട് ചരിച്ച് ആ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഇല്ലാന്ന് നമ്മൾ കൺഫേം ചെയ്താല് നമ്മുടെ അദ്ദേഹത്തിന്റെ നെക്ക് റീജിയനില് പൾസ് ഉണ്ടോന്നും കൂടി തമ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും നോക്കി ഇല്ല നമ്മൾ ബോധ്യപ്പെട്ടാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, CPR ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ക്യാബ് എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. ക്യാബ് എന്ന് വെച്ചാൽ C എന്ന് വെച്ചാൽ ചെസ്റ്റ് കംപ്രഷൻ, A എന്ന് വെച്ചാൽ എയർവേ, ഓപ്പൺ ദ എയർവേ, B എന്ന് വെച്ചാൽ റെസ്ക്യൂ ബ്രീത്ത്. അപ്പം ഫസ്റ്റ് വരുന്ന എന്താണ്, ചെസ്റ്റ് കംപ്രഷൻ ആണ്. ഇത് ബ്രീത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഇമാജിൻ ലൈൻ ആദ്യം ആ ബോഡിയിൽ നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് വരയ്ക്കണം. അതായത് നമ്മൾ ഇങ്ങനെ സെന്റർ ഓഫ് നോസിൽ നിന്നും നമ്മുടെ ബിറ്റ്വീൻ ദ നിപ്പിൾസ്, നമ്മുടെ ചെസ്റ്റിന്റെ സെന്ററിലായിട്ടൊരു ഇമാജിൻ ലൈൻ വന്ന് അതിന്റെ സെന്ററിൽ വേണം നമ്മൾ ചെസ്റ്റ് വെച്ചിട്ട് കംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടി നമ്മുടെ ഈ പാം ഇതിങ്ങനെ ചെസ്റ്റിൽ വെച്ച് അതിന് മുകളിൽ മറ്റൊരു കൈ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ചെസ്റ്റിൽ വെച്ചിട്ട് വേണം കംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്നത് 100 മുതൽ 120 കംപ്രഷൻ പെർ മിനിറ്റിൽ വരെ അഡൾട്ടിന് ചെയ്യാൻ പറ്റും. ഹാർഡായിട്ടും ഫാസ്റ്റ് ആയിട്ടും വേണം നമ്മൾ കംപ്രഷൻ ചെയ്യാൻ. അപ്പം ആദ്യം ഒരു 30 കംപ്രഷൻ ചെയ്യണം. ചെയ്തിട്ട് 2 കംപ്രഷൻ നമ്മൾ മൗത്ത് വഴി റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ C ചെസ്റ്റ് കംപ്രഷൻ കഴിഞ്ഞു. സെക്കൻഡ് വരുന്ന വേർഡ് A ആണ്. എയർ ഓപ്പൺ ദ എയർവേ. അതായത് ബോധക്ഷയമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഈ നാക്ക് തൊണ്ടയുമായിട്ട് ഒട്ടിയിരിക്കുമ്പോൾ നമ്മൾ റെസ്ക്യൂ വായിലൂടെ കൊടുക്കുമ്പോൾ അത് ലങ്സിലോട്ട് എത്തത്തില്ല. അപ്പൊ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് ഓപ്പൺ ദ എയർവേ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കൈ അദ്ദേഹത്തിന്റെ ഫോർഹെഡില് നെറ്റിയിൽ ഇങ്ങനെ വച്ചിട്ട് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പിൻ വെച്ച് ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പൊ പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മൗത്ത് വഴി റെസ്ക്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് 2 കംപ്രഷൻ ആണ് മൗത്ത് വഴി കൊടുക്കുന്നത്. മൗത്ത് വഴി കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം വായിൽ കൂടി അദ്ദേഹം വോമിറ്റ് ചെയ്തെന്ന് വരാം, ചിലപ്പം കഫമൊക്കെ വായിൽ കൂടിയൊക്കെ ഔട്ട് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും നമുക്കത് ചിലപ്പോൾ അത് പറഞ്ഞേക്കാം. അതുകൊണ്ട് ഒരു തൂവാല വെച്ചിട്ട് ഒരു ബാരിയർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് വേണം നമ്മൾ ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോസ് രണ്ടും അടച്ചു പിടിച്ച് വായിൽ നമ്മളെ വാ വച്ച് കവർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം 2 കംപ്രഷൻ അങ്ങനെ കൊടുക്കുക. പിന്നെ വീണ്ടും ഈ 30 കംപ്രഷൻ ചെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും 2 റെസ്ക്യൂ മൗത്ത് വഴി കൊടുക്കുക. വീണ്ടും 30 കംപ്രഷൻ. അങ്ങനെ 5 സൈക്കിൾ വരെ ചെയ്യണം CPR. അപ്പോൾ ശ്വാസം കിട്ടി എന്ന് ഉറപ്പ് വരുന്നവരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് മെഡിക്കൽ സഹായം തേടാം. ഇനി ഇത് എന്താണ്, അഡൾട്ടിൽ ഉള്ള CPR ആണ് പറഞ്ഞത്. ഇനി ചൈൽഡിന്റെ പറയുന്നുണ്ട്, ഇൻഫാന്റ് ബേബീസിൽ പറയുന്നുണ്ട്. അത് 1 ഏജ് ഒക്കെ ഉള്ള ഒരു ഇൻഫാന്റ് ചൈൽഡിന് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സെയിം CPR തന്നെ, കംപ്രഷനും സെയിം തന്നെയാണ്. പിന്നെ പക്ഷെ നമ്മളെ ചെസ്റ്റ് വെച്ചിട്ടാണ് അഡൾട്ടിന് നമ്മൾ കംപ്രഷൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ കുഞ്ഞു മക്കൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൈ അവരുടെ ചെസ്റ്റ് കവർ ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 ഫിംഗർ വെച്ചിട്ട് വേണം, നേരത്തെ പറഞ്ഞതുപോലെ സെന്റർ ഓഫ് വിജയം നോക്കിയിട്ട് ഇങ്ങനെ കംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ 30 കംപ്രഷൻ ചെയ്യുക, 2 ബ്രീത്ത് റെസ്ക്യൂ ആയിട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് മേഡം. കണ്ടിന്യൂ ചെയ്തോടാ. രശ്മി, ഫോൺ നമ്പർ ഞാൻ തരാം. അതൊന്ന് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ശരി. ഓക്കെ മേഡം, സോറി മേഡം.
ഹലോ. ലക്ഷ്മി കണ്ടിന്യൂ ചെയ്തോളാം. സോറി. അപ്പൊ നമ്മള് അഡൽട്ടിന് കൊടുക്കുമ്പോൾ നമ്മുടെ 2 ഫിംഗർ വെച്ച് വേണം ഇങ്ങനെ കംപ്രഷൻ കൊടുക്കാൻ. 2 ബ്രീത്ത് കൊടുക്കുക. അങ്ങനെ നോർമൽ ആയിട്ട് ബ്രീത്ത് വരുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മള് ചെസ്റ്റ് അതായത് ഈ കൈ വെച്ചിട്ട് നമ്മൾ അഡൽട്ടിന് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കംപ്രഷനും ചെസ്റ്റും നമ്മൾ 5 സെന്റിമീറ്റർ ലെങ്ത് ആണ് പറയുന്നത്. പക്ഷേ ബേബീസിന് നമ്മുടെ ഇൻഫാന്റിന് കൊടുക്കുമ്പോൾ 4 സെന്റിമീറ്റർ മതി. പിന്നീട് പിന്നെ ന്യൂ ബോൺ ബേബീസിനൊക്കെ ആണെങ്കിൽ കംപ്രഷൻ കൊടുക്കുന്നത് 3:1 എന്ന ഒരു ഫോർമാറ്റിലാണ്. അതായത് 30 കംപ്രഷനും 1 റെസ്ക്യൂ ബ്രീത്ത് ആണ് കൊടുക്കുന്നത്. മറ്റത് 2 ആണ് കൊടുക്കുന്നത്. ഇവിടെ 1 കൊടുത്താൽ മതി. പിന്നെ ഈ ചൈൽഡിന് നമ്മൾ CPR കൊടുക്കുമ്പോൾ 2 പേരുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഈ കുട്ടികൾക്ക് പെട്ടെന്ന് ബോധക്ഷയം വരിക, ശ്വാസം നിലച്ചു പോവുക, ലങ്സിൽ നിന്നുള്ള പ്രോബ്ലംസും കൊണ്ടും ആയിരിക്കും. അപ്പൊ 2 പേരുണ്ടെങ്കിൽ ഒരാൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുകയും മറ്റൊരാൾ മൗത്തിൽ കൂടെ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുകയും ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മൗത്തിൽ കൂടി റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റ് കംപ്രഷനിലൂടെ നമുക്ക് CPR കൊടുക്കാൻ പറ്റും. താങ്ക് യു മാം. വളരെ നന്നായിരുന്നു കേട്ടോ ലക്ഷ്മി. താങ്ക് യു മാം. താങ്ക് യു മാം. അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ ക്യാമറ ഒന്നും ഓൺ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ബാക്കി കുട്ടികളെല്ലാവരും CPR-നെ കുറിച്ച് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചൊക്കെ പഠിച്ചോ? CPR-നെ കുറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് രശ്മി, പിന്നെ ജിസ്ന, അതേപോലെ തന്നെ മിന്നും എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പോർഷൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ മൂവ് ആവുന്ന ചാപ്റ്റർ. ഓക്കെ, മൂവ് ആവുന്ന ചാപ്റ്റർ ഏതാണ് പറഞ്ഞല്ലോ? ചൈൽഡ് വെൽഫെയർ എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ചൈൽഡ് വെൽഫെയർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കൂടി നമുക്ക് അതിന് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികള് വളരെ എപ്പോഴും കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് കൊടുക്കാറുണ്ട്, ഇല്ലേ? കുട്ടികളുടെ ചെറിയ കാര്യം മുതല് അത് വലുതാകുന്ന ഓരോ സ്റ്റേജസില് മിക്ക കാര്യങ്ങൾക്കും ഗവൺമെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇമ്മ്യൂണൈസേഷന്റെ കാര്യമായാലും ന്യൂട്രീഷൻസിന്റെ കാര്യമായാലും എല്ലാ കാര്യത്തിനും കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല? ഓക്കെ. അതെന്തുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാന്നറിയാവോ? കുട്ടികളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അമൂല്യമായ സമ്പത്ത്. നമ്മുടെ ഭാവിയുടെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിന്റെ വാഗ്ദാനങ്ങളാണ് ആരെ കുട്ടികൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈച്ച് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് സുരക്ഷിതമായ ഒരു ഭാവ്യം അത് ഓരോ കുട്ടികൾക്കും കൊടുക്കാന്നുള്ളത് നമ്മൾ ഗവൺമെന്റിന്റെ അടക്കം നമ്മള് ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ എന്താണ് നല്ല സുരക്ഷിതമായ ഒരു ഭാവ്യം കുട്ടികൾക്ക് കൊടുക്കാന്നുള്ളത്. ഓക്കെ, എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒരു സുരക്ഷിതമായ ബാല്യത്തിലൂടെ കുട്ടികളെല്ലാവരും വളർന്നു വരണം. അവര് നല്ല എന്താ പറയുക, നന്നായിട്ട് പഠിക്കണം, നല്ല ആരോഗ്യവാന്മാരാവണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാധാരണ കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും എല്ലാ വ്യക്തികളെയും നമ്മൾ എന്ത് പറയാറ്? കുട്ടികൾ എന്ന് പറയാറുണ്ട്. ശരിക്കും കുട്ടികൾക്ക് ഒരു 4 റൈറ്റ്സ് ഉണ്ട്. എത്ര റൈറ്റ്സ് ഉണ്ട്? 4 റൈറ്റ്സ്. ഫസ്റ്റ് സർവൈവൽ ആണ്. എന്താണ്? അതിജീവിക്കാനുള്ള റൈറ്റ്സ്, അതിജീവന അവകാശം എന്ന് പറയും. ദെൻ ഡെവലപ്മെന്റ് ആണ്, ഉന്നമനാവകാശം. ദെൻ പ്രൊട്ടക്ഷൻ ആണ്, കാരണം കുട്ടികൾക്ക് സ്വയമേ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ. സോ ആര് പ്രൊട്ടക്ട് ചെയ്യണം? പാരന്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. ദെൻ പാർട്ടിസിപ്പേഷൻ ആണ് ഫോർത്ത് വൺ, പങ്കാളിത്തം. കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ ആര് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കും. കുട്ടികളെ കൊണ്ട് തന്നെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ കുട്ടികളുടെ അവകാശങ്ങൾ പറഞ്ഞു. 4 അവകാശങ്ങളാണ് ഉള്ളത്: സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ. സർവൈവലിന്റെ കേസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം.
പ്രധാനമായും ജീവിക്കാനുള്ള അവകാശം, പോഷകാഹാരത്തിനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവകാശം. എന്തൊക്കെ അവകാശങ്ങളാണ് വരുന്നത്? ജീവിക്കാൻ, റൈറ്റ് ടു ലീവ്, ഗ്രോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു വരാനുള്ള, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം. പിന്നെ എന്താണ്? ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവകാശം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 3 വയസ്സുള്ള കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ദെൻ സ്കൂൾ മിഡ് ഡേ മീൽസ് പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആരോഗ്യകരമായ ജീവിതം നയിക്കാനായിട്ട് ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് ഇമ്മ്യൂണൈസേഷൻ, വാക്സിൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഇനി ഉന്നമനാവകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റ് ആണ്. എന്തൊക്കെ കാര്യത്തിലാണ്? വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷിതത്വം, പരിഗണന, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം. ഇത്രയും കാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികൾക്ക് അവകാശമുണ്ട്. ഇനി എന്താ പറഞ്ഞത്? പ്രൊട്ടക്ഷൻ. ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായി ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യരഹിതമായ പെരുമാറ്റങ്ങളെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂഷണങ്ങള് ഏൽക്കുന്നത് കുട്ടികൾക്കാണ്. ഫാമിലിയിൽ നിന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ ഒരുപാട് കുട്ടികൾ, അറിയാം ഒത്തിരി എന്താ പറയാ, പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, ഇന്ന് അങ്ങനെ ഡിഫറൻസ് പറയേണ്ട ടൈം ഇല്ല. രണ്ടുപേരും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് ചൂഷണങ്ങളും ഒരുപാട് ദുരുപയോഗങ്ങളിലും വരുന്നുണ്ട്. നമ്മൾ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. സോ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് കിട്ടണം. എന്നാലല്ലേ അവർക്ക് അവരുടെ ഭാര്യമൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും ആസ്വദിച്ച് നല്ലൊരു ഹാപ്പിനെസ്സോടു കൂടി മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. സോ അതിനുള്ളൊരു അവകാശം കുട്ടികൾക്കുണ്ട്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നുവെച്ചാൽ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളും കറക്റ്റ് അങ്ങനെയല്ല, എന്നാലും അവരുടെ ഒരു അഭിപ്രായം കൂടി കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അവർക്ക് അവകാശമുള്ള അറിവ് ലഭ്യമാക്കുക, അവരുടെ കാഴ്ചപ്പാടുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുക. കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? പരിഗണിക്കണം. സോ ഇതിന്റെയൊക്കെ ബേസിലാണ് കുട്ടികൾക്ക് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് തന്നിരിക്കുന്നത്. ചൈൽഡ് വെൽഫെയർ എന്താണ്? കമ്പൽസറി എഡ്യൂക്കേഷൻ നമുക്കറിയാലോ. എന്താണ്? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അറിഞ്ഞൂടാ? 15 വയസ്സാണ്. 6 മുതൽ 12 14 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അവകാശങ്ങളിൽ നമ്മൾ പോഷകാഹാരത്തിനുള്ളത്, അതേപോലെ തന്നെ വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ കമ്പൽസറി എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളും ഈ എഡ്യൂക്കേഷനൊക്കെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? ജസ്റ്റ് ഒന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ചൈൽഡ് വെൽഫെയർ കഴിഞ്ഞിട്ട് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനിലേക്ക് വരാം. ഓക്കെ, നോക്കി ടെസ്റ്റിലെ പോർഷൻ നോക്കി. എല്ലാ കുട്ടികൾക്കും എന്തിനുള്ള അവകാശമുണ്ട്? പഠിക്കാനും അവർക്ക് എഡ്യൂക്കേഷനും ലിറ്ററസിക്കും ഉള്ള അവകാശമുണ്ട്. ചൈൽഡ് വെൽഫെയർ ഈസ് എ കൺസെപ്റ്റ് വിച്ച് ഗോസ് ബിയോണ്ട് പ്രൊവൈഡിങ് ജസ്റ്റ് എഡ്യൂക്കേഷൻ ഓർ ലിറ്ററസി. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എഡ്യൂക്കേഷൻ ലിറ്ററസി എന്ന് മാത്രമല്ല കേട്ടോ ചൈൽഡ് വെൽഫെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും ഒരുപാട് ഒരു പാറ്റേൺ എന്തിലുണ്ട്? ചൈൽഡ് വെൽഫെയറിലുണ്ട്. ആസ് ചിൽഡ്രൻസ് ആർ ദ അസറ്റ്സ് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തെ സംബന്ധിച്ച് കുട്ടികളാണ് എന്ത്? അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. ദേ ഷുഡ് ബി പ്രോപ്പർലി കെയർ ഫോർ ആൻഡ് ബ്രോട്ട് അപ്പ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം? കെയർ ചെയ്ത് നല്ല രീതിയിൽ ബ്രോട്ട് അപ്പ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. So we have to arrange special, regular medical checkup for the children. അതുകൊണ്ട് മിക്ക സ്കൂളുകളിലും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റെഗുലർ ആയിട്ട് സ്പെഷ്യൽ മെഡിക്കൽ ചെക്കപ്പുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പ്രൊവൈഡ് ദം വിത്ത് ബാലൻസ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാം. ന്യൂട്രീഷ്യസ് ഫുഡ് അവരെ ഇൻക്ലൂഡ് ചെയ്യാം. പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസ് ഇൻ ദർ എൻവയോൺമെന്റ്.
നമുക്കറിയാം നാച്ചുറൽ ആൻഡ് എന്താ പറയാ പേഴ്സണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ദോഷകരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അവന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാം. ടേക്ക് കെയർ ഓഫ് ദർ എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാം. ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, അവർ നല്ല രീതിയിൽ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ചൈൽഡ് വെൽഫെയറിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാ പറഞ്ഞത്. നമ്മുടെ നേഷന്റെ ഏറ്റവും അമൂല്യമായ സ്വത്ത് എന്താണ്? നമ്മുടെ കുട്ടികളാണ്. സോ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവരുടെ നമ്മള് നേഷന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ വാർത്തെടുക്കണം. അതേപോലെ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ റെഗുലർ മെഡിക്കൽ ചെക്കപ്പുകൾ പ്രൊവൈഡ് ചെയ്യണം. ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എൻവയോൺമെന്റിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻസ് കൊടുക്കണം. അതേപോലെ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കെയർ ചെയ്യണം, മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. ക്രിയേറ്റീവ് ഡെവലപ്മെന്റുകൾ കണ്ടക്ട് ചെയ്യണം. പക്ഷെ കുട്ടികളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഒരു കുട്ടി നന്നായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ വരയ്ക്കുന്ന ആ ഒരു കഴിവിനെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവന് സപ്പോർട്ടൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം? നമ്മള് അവനെ തയ്യാറെടുപ്പിക്കണം. ഓക്കെ, ഇനി വെൽഫെയർ ഇൻക്ലൂഡ് ഓൾ ദീസ്. എന്താണ് വെൽഫെയർ എന്ന് നോക്കാം കേട്ടോ. ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. നമുക്ക് ആദ്യം തന്നെ ചിൽഡ്രൻ ആൻഡ് ഫാമിലി നോക്കാം. ദ ഫാമിലി സറൗണ്ടിങ് the children has an important role in his welfare. ഫാമിലി സറൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റോൾ എന്താണ്? കുട്ടികളുടെ വെൽഫെയറിനാണ്. ഇഫ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇസ് നോട്ട് ഗുഡ്, ഇറ്റ് ഇസ് ലൈക്ലി ടു അഫക്ട് ദ ചൈൽഡ് ലൈഫ് ആൻഡ് ദ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയെയും അവന്റെ ലൈഫിനെയും അവന്റെ ഡെവലപ്മെന്റിനെയും അത് അഫക്ട് ചെയ്യും. ഇനി ഒരു കുട്ടി നല്ല ജീവിത സാഹചര്യത്തില് നല്ല കെയറിങ്ങും ലവിങ് ആയിട്ടുള്ള പാരന്റ്സിന്റെ ഇടയിലാണ് വളർന്നു വരുന്നത്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് കുട്ടി ഒരു നല്ല ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. എന്നാൽ മോശം ജീവിത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിക്ക് അത്രയും നല്ല ഒരു ലൈഫോ ഡെവലപ്മെന്റോ ആയിരിക്കില്ല സംഭവിക്കുന്നത്. Therefore, scheme for the welfare of children are to be extended to the family and minimum ഫാമിലി വെൽബീയിങ് ഈസ് ടു ബി എൻഷുർഡ്. നമ്മൾ ഈ വെൽഫെയർ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മാത്രം വെൽഫെയർ അല്ല, അത് ഫാമിലിയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. കാരണം കുട്ടികൾ കുറച്ച് ഒരു എന്താ പറയാ ഒരു 8 hours നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സ്കൂളുകളിലുള്ളെങ്കിൽ ബാക്കിയുള്ള ഫുൾ ടൈമും കുട്ടികൾ ഫാമിലിയിലാണ്. സോ ഫാമിലിയിൽ ഒരു മിനിമം വെൽബീയിങ് ഉണ്ടെങ്കിൽ എൻഷുർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും എപ്പോഴും തല്ലുപിടിക്കുന്ന ഭയങ്കര വഴക്കൊക്കെ അടിക്കുന്ന ഒരു ഫാമിലിയിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റ് പെട്ടെന്ന് സംഭവിക്കും, അല്ലെങ്കിൽ നല്ല ഡെവലപ്മെന്റ് ആയിരിക്കുമോ സംഭവിക്കുന്നത്? അല്ലാലോ, മോശമായിരിക്കും. ആയിരിക്കില്ലേ? അതേപോലെ തന്നെ അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങള് അവരുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ ചിലപ്പോൾ സിംഗിൾ പാരന്റ് ഫാമിലി ഒക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കുട്ടികൾ കുറച്ചും കൂടി വലിഞ്ഞൊരു പ്രകൃതി ആയിരിക്കും. അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കേസുകളില്, അല്ലെങ്കിൽ അച്ഛനമ്മ എപ്പോഴും തർക്കാണ്, ഭയങ്കര വഴക്കാണ്, അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ക്യാരക്ടറിന് അത് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണല്ലോ മോണ്ടിസോറിയില്, നമ്മളത് പഠിച്ച് ടീച്ചേഴ്സ് ആവാൻ പോകണം. അപ്പൊ നിങ്ങൾ പഠിക്കുകയാണ്, ഒരിക്കലും ഞാൻ പറയാണ്, ഒരു ഉപദേശമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. നമ്മൾ ഹസ്ബൻഡിനോട് തല്ലൊക്കെ പിടിക്കാറുണ്ട്, വഴക്കിടാറുണ്ട് അല്ലെ? അപ്പൊ അത് തമാശക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്, വഴക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരാണെങ്കിൽ മാക്സിമം അത് ആ ഒരു പ്രശ്നം കുട്ടികളുടെ ഇടയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഴക്കിടുമ്പോൾ അവർക്ക് ആ ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിനോട് തന്നെ എന്താവും? ഇഷ്ടക്കുറവ് വരും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഫാമിലീസ് കുറവാണ് അല്ലെ? ഫാമിലി അല്ലെങ്കിൽ മാരേജസ് കുറവാണ്, ലിവിങ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. എന്ന് വെച്ചാല് അവർ കണ്ടുവന്നിട്ടുള്ളൊരു ഫാമിലി സ്ട്രക്ചർ അവരുടെ ചൈൽഡ്ഹുഡിൽ കണ്ടിരിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് അവർ മറ്റ് രീതിയിൽ അതേ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നത്. സോ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത് നല്ല എന്താ പറയാ, ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ല ലവിങ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്താ പറയാ, അവര് നമ്മളുടെ ലൈഫ് കണ്ടിട്ട് അവര് എന്ത് ചെയ്യണം? അവരും മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങുന്നത്. നമ്മളെങ്ങനെയാണോ കുട്ടികളെ സ്നേഹിക്കുന്നത്, നമ്മളെങ്ങനെയാണോ അവരോട് കെയർ ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും അവരുടെ റെസ്പോൺസും വരുന്നത്.
സോ ഒരു മിനിമം ഫാമിലി വെൽബീയിങ് നമ്മൾ എൻഷുർ ചെയ്യുക. ഇനി the family has to promote healthy habits in children. കുട്ടികളില് ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ശരിക്കും പറഞ്ഞ ഫാമിലീസിനാണ്. അത് ഫാമിലിയിലാണ് ബേസിക് ആയിട്ടുള്ള ഹെൽത്തി ഹാബിറ്റ്സ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണേ. The health of an individual depends on what he does and not what is known. അപ്പൊ കുട്ടിയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കുട്ടി എന്തൊക്കെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കുട്ടി നന്നായിട്ട് കളിക്കാനൊക്കെ പോകുന്നു, നന്നായിട്ട് പ്ലേ ഒക്കെ ചെയ്യാനൊക്കെ അത്യാവശ്യം ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. അഫ്കോഴ്സ് a person's health habit, attitude, goal are the result of his learning experience. ആ കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസിൽ നിന്നാണ് അവന്റെ പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സുകളും അവന്റെ ആറ്റിറ്റ്യൂഡും അവന്റെ ലക്ഷ്യങ്ങളും ഗോളുകളും ഒക്കെ എന്ത് ചെയ്യുന്നത് ഡെറൈവ് ചെയ്യുന്നത്. It is the primary education that build up his healthy habit in the family. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. സോ നമ്മള് ഓരോ ടീച്ചേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോണ്ടിസോറിയിലേക്ക് വന്നിരിക്കുന്നത്? ഈ ഒരു ഏജിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ത്, ഈ കുട്ടികളെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കുക എന്നുള്ളത്. അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, എങ്ങനെ ബാത്ത് ചെയ്യണം, 2 times ബാത്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം എങ്ങനെയാണ്, എത്ര ടൈംസ് ചെയ്യണം, എങ്ങനെ നെയിൽസ് ക്ലീൻ ആക്കി വെക്കണം, എങ്ങനെ ഹെയർ കോംബ് ചെയ്യണം, അങ്ങനെ ചെറിയ മൈന്യൂട്ട് സിമ്പിൾ ആണ്. എന്നാലും നമ്മൾ ഈ കുട്ടികളിൽ ഇത് എന്ത് ചെയ്യണം, ഈ ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോ നമ്മൾ ടീച്ചേഴ്സ് ആണല്ലോ, അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ആക്ഷൻ സോങ് എല്ലാവരും ഓരോരുത്തരും പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യണം. ഓക്കെ, നോട്ട് ദ പോയിന്റ്, ആക്ഷൻ സോങ് ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസന്റ് ചെയ്തോ? ഇല്ല, പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. നമുക്ക് ഈ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ടൈം വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യണം. നോട്ട് പോയിന്റ് ആക്ഷൻ സോങ് ആണ്. സോ ക്യാമറ ഓൺ ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. ഓക്കെ അല്ലേ? അപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഓരോ ആക്ടിവിറ്റീസിന് നിങ്ങൾക്ക് മാർക്ക് വീഴുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോ നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാർക്ക് എൻ്റർ ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് പെർഫോമൻസ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ആ ആക്ഷൻ സോങ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാണ് ടീച്ചേഴ്സ് ആയിട്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് ഒരു ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് പോയി പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അവരൊക്കെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് കുട്ടികളുടെ മുമ്പിൽ ആ പേടിയൊക്കെ ഒന്ന് മാറാം. ഒരു ഫിയർ ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റേജ് ഫിയർ. ആദ്യം ആ ഒരു ഫിയർ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് തരുന്നത്. അപ്പൊ പ്രസന്റ് ചെയ്യാലോ? അനില പറഞ്ഞോടാ. ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് കേട്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്രയും പോർഷൻ എടുക്കുന്നുള്ളൂ. ചൈൽഡ് വെൽഫെയർ എന്താന്ന് പറഞ്ഞു, ചിൽഡ്രൻ ആൻഡ് ഫാമിലി പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? അതിനു മുന്നേ ഇപ്പം മാം പറഞ്ഞില്ല, നമ്മൾ പിള്ളേരിൽ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ ഒരു ബിഹേവിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും അവർക്ക് 2 തരത്തിലുള്ള വളർന്നു വരുമ്പോൾ 2 തരത്തിലുള്ള, ഇപ്പൊ കള്ള് കുടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരു വീട്ടിലെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ വലുതാവുമ്പം അവനും അതേ പാത തന്നെ പിന്തുടരും. അല്ലെങ്കിൽ അവൻ അതിനെ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇനി ഞാനത് ചെയ്യില്ല, എന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞാനത് എന്റെ കൺമുന്നിൽ കണ്ടത് കൊണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയും വരുന്നില്ല മാം. അപ്പൊ 2 തരത്തിലുള്ള ബിഹേവിയർ അവർക്ക് വളർന്നു വരുന്നുണ്ടല്ലോ.
അക്ഷയടാ അങ്ങനെ വളർന്നു വരുന്നില്ലേ, അവർക്ക് ആ സമയത്ത് ചൈൽഡ്ഹുഡില് അവരുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോ അവന് ഇമോഷണൽ ഒരു പുറകിലോട്ട് ഒരു ഇൻട്രോവേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ മെന്റലി അവർക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ്, ചിലപ്പോൾ ചില കുട്ടികൾ അത് കണ്ടു വളരുമ്പോൾ അത് അവർ മനസ്സിലാക്കി അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികളിൽ അത് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ Okay, ദിശ? മാം ഇല്ല ആക്ഷൻസ് മാം ഓഫ് ഇല്ല, അത് മലയാളം എന്റെ ഒരു ആണോ ഡൗട്ട് ഇംഗ്ലീഷ് ആയിരുന്നു, ആണോ? എന്തുകൊണ്ടാണ് പിള്ളേർ അങ്ങനെ എന്നുള്ളത്. ഓക്കെ, രണ്ട് രീതിയിലും വരാം. കാരണം ചിലപ്പോൾ അവർ നേരത്തെ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ആ ഒരു പാതയിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ അവര് നേരത്തെ ആ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവർക്കത് നല്ലത് എന്ത് ചീത്ത എന്ത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി മുമ്പായിരുന്നു, ചില ഡെവലപ്മെന്റ് ഒന്നും അക്യൂർ ചെയ്യുന്നതിനേക്കാൾ മുമ്പാണ് അവർ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്നതെങ്കിൽ ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഗ്രോത്ത് ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവരത് ബാഡ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വേറെ രശ്മി എന്തെങ്കിലും പറയാൻ വന്നോ? മാം ആക്ഷൻസ് ഓഫ് മലയാളത്തിലാണോ എന്താണ്? ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ? ഇംഗ്ലീഷ് ആണ്, കാരണം ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ ആക്ഷൻസ് ഒന്ന് നന്നായിട്ട് പഠിച്ചോട്ടോ, നന്നായിട്ട് പഠിക്കുകയും ചെയ്തേക്കട്ടോ. കാരണം ഓക്കെ ഓക്കെ ഫുൾ ആയിട്ട് പഠിച്ച് എന്നുവെച്ചാൽ നോക്കി വായിക്കൊന്നും വേണ്ട, നന്നായിട്ട് പഠിച്ചിട്ട് ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ച് പ്രസന്റ് ചെയ്യും. ഞാനത് ഫസ്റ്റത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു മാം. ഓക്കേടാ, അപ്പൊ അത് നെക്സ്റ്റ് ഫസ്റ്റത്തെ ക്ലാസ് ക്ലാസ് ഇപ്പൊ പിള്ളേരത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കേടാ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം, ക്യാമറ ഓൺ ചെയ്ത് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാം. ആക്ഷൻ സോങ് എന്നാ പറയണേ, കാരണം അപ്പൊ അത് ഫുൾ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ. ഓക്കെ, ജിസ്ന പറഞ്ഞോടാ. Respected teacher and dear friends, good afternoon everyone. Thank you for your attention and participation in class today. I believe we have all learned something new. I hope you all found this lesson helpful. I would like to express my gratitude to Aparna ma'am for his dedication and guidance. We will see you in the next time. Have a great day. Thank you all. ജിസ്ന, ഞാൻ വേറൊരു ടൈമിംഗ് കൂടി പറയുന്നുണ്ട്. ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്ത രശ്മി, ജിസ്ന ആൻഡ് മിനു വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ ക്ലാസ് പ്രസന്റ് ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് പോകുന്നവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം. Thank you, ma'am.